ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് പറഞ്ഞ് ഇവൻ കാണിച്ച തട്ടിപ്പിനെല്ലാം എവിടെ നിന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി, ഇങ്ങോട്ടൊന്ന് വന്നേ. വാ വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. അമ്മ അമ്മ വണ്ടി എവിടെ? എവിടെ? എടോ, കാർ എവിടെ? അത് അയാള് കൊണ്ടുപോയി മാഡം. ആര്? ജഗദീപോ? അതെ, അയാള് കൊണ്ടുപോയി. പെട്ടെന്ന് വാടി. ये क्या हुआ मैम साहब? क्या हुआ यो? എന്നാ हुआ? വാടി ഇങ്ങോട്ട്. मैम साहब എന്റെ ശിവനെ, പുറകെ വരുന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഒരു ഇടികിട്ടാത്ത ദൂരത്തെത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഭാഗ്യം ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പോ കാറ് പോയതുകൊണ്ട് തള്ളയും മോളും ഒന്നും ഉടനെ പിന്നാലെ വരുമെന്ന് പേടിക്കണ്ട. നമ്മളെ എത്ര കണ്ടേക്കുന്നു. ഒന്ന് പെട്ടെന്ന് പോണേ. എന്താ അത്ര തിരക്ക്? എടോ, ഒരു വണ്ടി പിടിക്കാനാ. ട്രെയിനാണോ? അല്ല. പിന്നെ KSRTC ബസ് വല്ലതും തടഞ്ഞു പിടിക്കാനാണോ? അല്ല, ഒരു കാറാ. എന്തിനാടോ വണ്ടി നിർത്തിയത്? ചേച്ചിമാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. എടോ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഓടുന്ന വണ്ടിയെ തടഞ്ഞിട്ട് പിടിക്കാന്ന് പറഞ്ഞാലേ അത് വലിയ കുറ്റമല്ലേ ചേച്ചി? നമ്മളെ വിട്ടേക്ക്. എടോ, എനിക്ക് വയ്യ വള്ളിക്കെട്ട് പിടിക്കാൻ. എടോ, ഇത് മറ്റു വല്ലവരുടെയും വണ്ടിയല്ല, ഞങ്ങളുടെ കാറ് പുറത്ത് മോഷ്ടിച്ചോണ്ട് പോയി. അവനെ പിന്തുടർന്ന് പിടിക്കാനാ. സത്യമാണല്ലോ അല്ലേ? എടോ, സത്യമാണെന്ന് പറഞ്ഞില്ലേ? എല്ലാത്തിന്റെ റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തു. ഈ കൊച്ചിനെയൊക്കെ കണ്ടിട്ടേ ആകെ ഒരു വശപ്പശ കാണല്ലോ, അതാ. എടോ, അതൊക്കെ തന്നെ തോന്നല. താൻ വർത്താനം പറഞ്ഞു നിന്ന് സമയം കളയല്ലേ. നിങ്ങൾക്ക് പോലീസിൽ അറിയിച്ചാ പോരെ? എടോ, അതിനൊന്നുമുള്ള സമയമില്ല. താനൊന്നും വണ്ടി എടുത്ത് സഹായിക്ക. അങ്ങനെ മര്യാദക്ക് പറ. ജീവിക്കണമെങ്കിൽ ഏതൊക്കെ എരപ്പിന്റെ കാല് പിടിക്കണം. വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലേ. ഇത് ഓടുന്ന പോലെ നിർത്താനും പറ്റുന്ന വണ്ടിയാ, അത് ഓർമ്മ വേണം. ശ്യാമേ, ശ്യാമേ നിന്നേ. ശ്യാമേ, നിക്കാനാ പറഞ്ഞത്. ശ്യാമേ നിക്ക്. ശ്യാമേ, ശ്യാമേ നിക്ക. എന്റെ ദേഹത്ത് തുടരുന്ന പറഞ്ഞിട്ടില്ല ഞാൻ. ശ്യാമേ, മിണ്ടരുത്, മിണ്ടി പോകരുത് നിങ്ങള്. എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ തൃപ്തിയായില്ല നിങ്ങൾക്ക്? ശ്യാമേ, ഞാൻ എല്ലാം കണ്ടില്ലേ നിങ്ങള്? കണ്ടിട്ട് തൃപ്തിയായില്ലേ?
എന്റെ ജീവിതം നശിച്ചു. ശ്യാമ ഒന്ന് പതുക്കെ പറയേ, ആൾക്കാർ കേൾക്കും. കേക്കട്ടെ, കേൾക്കുന്നവരെല്ലാരും കേക്കട്ടെ. എനിക്കിനി മുന്നും പിന്നെ ഒന്നും നോക്കാനില്ല. നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് ഉറപ്പാ. പോ എന്റെ മുന്നിന്ന്. ശ്യാമ, എങ്ങോട്ടാ നീ പോന്നെന്ന് പറ. ഞാൻ എങ്ങോട്ട് പോയാ നിങ്ങൾക്ക് എന്താ? ഓ, ഭർത്താവിന്റെ അധികാര പ്രകടനമായിരിക്കും അല്ലേ? അതെന്റെ അടുത്ത് വേണ്ട. പിന്നെ എങ്ങോട്ടാ പോണേന്ന് അറിയണമെന്ന് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ കേട്ടോ. ചാകാനാ, ചാകാൻ. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നശിച്ച എനിക്ക് അതേ ഉള്ളൂ ഒരാശ്രയം. ശ്യാമേ, ശ്യാമേ, ഒരു കൈക്കുഞ്ഞിൻ്റെ മരണം, ഐശ്വര്യദേവതയുടെ പടിയിറക്കം, വിരഹം, കണ്ണുനീര്, ഇതൊക്കെയാണ് മുന്നിൽ കാണുന്നത്. ഈ ജഗതി കുമാറിനെ പിടിക്കണമെങ്കിൽ സരളയും മോളും വേറെ ജനിക്കണം. സിഗ്നലാ? നമ്മുടെ വണ്ടി പോവില്ലേ? ദേവൻ പോന്നു. വിടരുത് അവനെ. പിടിക്കടോ. ദാദാ ആ കാറ്. ഒന്ന് സ്പീഡിൽ പോ. വണ്ടി നിർത്തടാ. വേഗം പിടിക്ക്. കൊള്ളാലോ, നല്ല ഭംഗിയുള്ള ഓട്ടമാണല്ലോ. പിടിക്ക് പിടിക്ക് പിടിക്ക്. സൂക്ഷിച്ച് പിടിച്ചോ പിടിച്ചോ. വേഗം പോ. തല പുറത്തിടരുതെന്ന്. കൊള്ളാല, ഓട്ടോയിൽ സുസ്മിതയുടെ സരളയുടെ തലയുണ്ടല്ലോ. ഇതെങ്ങനെ അതിൽ വന്ന്? ഞങ്ങളുടെ വണ്ടിയത്. വണ്ടി നിർത്തണം. നീ വിവരം അറിയും. നിർത്തണം അവിടെ. തല മാത്രമല്ലല്ലോ, ഉടലും ഉണ്ട്. അപ്പൊ സൂക്ഷിക്കണം. ഗിയർ എവിടെ? തന്നോടല്ലേ പറഞ്ഞ ആ വണ്ടി പിടിക്കണമെന്ന്. ഞാൻ ഇതെന്നറിയ ചാടി പിടിച്ചാ മതിയോ? പറയുന്ന കേക്കണോ? ചേട്ടാ ഒന്ന് വേഗം പോ. അങ്ങനെയൊന്നും എന്നെ പിടിക്കാൻ പറ്റൂണ്ടി സരളയുടെ മോളെ. എടാ വണ്ടി നിർത്താൻ. എവിടെ പോയി അവൻ? അയ്യോ മന്ദിരല്ലേ പറ്റിച്ചേക്കാം.
റോഡ് വഴി നേരെ പൊക്കോ. അയ്യോ, ഇവനിത് എവിടെ? എടി കാണുന്നില്ലല്ലോടി. ഛെ. ശ്ശെ. ഓ, ദേ ഓട്ടോ തല്ലി പൊളിക്കരുത്. ആ പോടാ അവിടുന്ന്. ചലനം ചലനം ജീവിത ചലനം സരള മകളെ നീയുടെ ചലനം. ശ്യാമേ, ശ്യാമേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇയാളോട് പോകാനല്ലേ പറഞ്ഞേ? ഇവൻ ഇത് എങ്ങോട്ടടി പോയത്? അത് എനിക്കെങ്ങനെ അറിയാനാ അമ്മേ? മിസ്സായെന്ന് തോന്നുന്നു. ഏയ് ശ്യാമേ, ശ്യാമേ നിക്കേ പ്ലീസ്. ഇയാളോട് പോകാനല്ലേ പറഞ്ഞേ? നിക്കാനാ പറഞ്ഞത്. നിക്കവിടെ. താൻ ആരാടോ എന്നെ തടയാൻ? അതിന് എന്ത് അധികാരമാണോ തനിക്കുള്ളേ? ഞാൻ ആരാണെന്നോ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് പോരെ? ഭർത്താവോ? തനിക്ക് നാണമില്ലോടോ ആ വാക്കുച്ചരിക്കാൻ? അതിന്റെ പേരിൽ എന്ത് അധികാരമാണ് നിങ്ങൾക്ക് എന്നിലുള്ളത്? എന്ത് അധികാരമാണെന്നോ? നിന്നെ സംബന്ധിച്ച കാര്യങ്ങൾക്കെല്ലാം സമാധാനം പറയേണ്ടത് ഞാനാ. നീ ചത്താലും ജീവിച്ചാലും സമാധാനം പറയേണ്ടത് ഞാനാ. ഞാൻ ചത്താലും താനെ സമാധാനം പറയണ്ട അല്ലേ? എന്നാ പറയാൻ തയ്യാറായിക്കോ. മനസ്സിലായില്ലേ? സമാധാനം പറയാൻ തയ്യാറായിക്കോളാൻ. എന്റെ ചാവിന് ശ്യാമേ, 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 ശ്യാമേ എണീക്ക്. ശ്യാമേ, ശ്യാമേ, ശ്യാമേ എണീക്ക്. എന്തോ ഇവിടെയൊക്കെയാണോ വണ്ടി ഓടിക്കുന്നത്? ശ്യാമേ, എന്റെ പൊന്നുപ്രോ, എന്റെ കുറ്റമല്ല. നിന്റെ കുറ്റം അല്ലെന്നോ? ശ്യാമേ കണ്ണു തുറക്ക്. ശ്യാമേ, ശ്യാമേ, ശ്യാമേ എണീക്ക്. ശ്യാമേ, എന്റെ ബ്രോ, ആ കൊച്ച് എന്റെ വണ്ടിയുടെ മുന്നിലോട്ട് വന്ന് എടുത്തു ചാടിയതാണ്. അത് എനിക്കും അറിയാം, ബ്രോയ്ക്കും അറിയാം. അതിന്റെ ഇടയിൽ വെറുതെ കൈക്കരുത്ത് കാണിച്ച് ഷൈൻ ചെയ്യാൻ വന്നോണ്ടല്ലോ മൂക്കടിച്ച് ഞാൻ പരത്തും. ബ്രോ അറിയില്ല, തൽക്കാലം കുച്ചനെന്ന് പറ്റിയെന്ന് നോക്കട്ടെ. മാറോട്ട്. ശ്യാമേ, ശ്യാമേ, ബ്രോ ശ്യാമേ എനിക്ക് ശ്യാമേ. ഈ കൊച്ച് ശ്യാമേ. ബ്രോ വിഷമിക്കണ്ട, നമുക്ക് കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. പേടിക്കണ്ട, ഞാൻ സർക്കസിൽ നിന്ന് ചാടി വന്നൊന്നുമല്ല. അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ ഈ വണ്ടി ഓടിച്ചത്. തല്ലാൻ വന്നോമാരെ അന്നേരം ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. വാ വന്ന് പിടി, ഒന്ന് സഹായിക്കണടാ. വാ പിടിക്ക്. നിർത്തിക്ക. ദേ നമ്മുടെ കാറ്. ആള് കൂടിയിട്ടുണ്ടല്ലോ. എന്തോ അപകടം ഉണ്ടായെന്ന് തോന്നുന്നു. വണ്ടി മൊത്തം ഇടിച്ചു പറഞ്ഞു പോയാലും വേണ്ടില്ല, അവനെ അതിൽ നിന്ന് പീസായിട്ട് പെറുക്കിയെടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അതവനല്ലേ, ആ രോഹിത്. അവനെങ്ങനെ ഇവനൊപ്പം? എന്താണ് ഈ കാണുന്നതൊക്കെ? എനിക്കറിയില്ലമ്മേ.
പോകുന്നു. നമുക്കും പോകാം. നീ വണ്ടി കയറ. വിട്ടോ വിട്ടോ. ഇനി എങ്ങോട്ടാ? ആ കാറിന്റെ പിന്നാലെ തന്നെ വിട്ടോ. നിങ്ങളുടെ കാർ ഇപ്പൊ കണ്ടാലായിരുന്നു. ഇവിടെ വെച്ച് പിടിച്ചുവിടായിരുന്നു. എവിടെ വെച്ച് പിടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. താൻ വണ്ടി വിടടോ. അല്ല പിന്നെ പോട്ടെ പോട്ടെ. ശ്യാമേ 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 ആ പറ. ആശാനെ ആശാനെ ഒരു കുഴപ്പമുണ്ടായി. എന്തേ? ആ ശരി ശരി, ഞാൻ ദേ അങ്ങോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. എന്താ വിഷ്ണുട്ടാ? എന്താ? ശ്യാമയ്ക്ക് ശ്യാമയ്ക്ക് എടോ വിടാതെ പിടിച്ചോണേ. ഇത് ഫ്ലൈറ്റ് അല്ലേ ചേച്ചി, ഓട്ടോയാ. ഓ ഞാൻ വിചാരിച്ചു ഇയാളുടെ ഈ മോട്ടോർ പിടിപ്പിച്ച തകരപ്പാട്ട സ്പേസ് ഷിപ്പ് ആണെന്ന്. മര്യാദയ്ക്ക് ഒന്ന് വേഗത്തിൽ വിട്ട് ആ കാർ മിസ്സാകാതെ നോക്ക്. ഇനി പിന്നാലെ പോയി പിടിച്ചിട്ട് എന്തിനമ്മേ? എല്ലാം തീർന്നില്ലേ? ആരാന്ന് പോലും അറിയാത്ത ഒരുത്തനല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഹലോ ബോസേ, ഞാൻ സരളയാ. മനസ്സിലായി ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാൽ മതിയോ? ചെറിയൊരു തിരക്കിൽപ്പെട്ടിരിക്കുക. ബുദ്ധിമുട്ടുണ്ട്. ബോസ് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചേ പറ്റൂ. ആ ചേച്ചി പറയും. ഞാനിപ്പോ ഒരു ഫോട്ടോ അയച്ചു തരാം. അവൻ ആരാണെന്നും എന്താണെന്നുമുള്ള ഫുൾ ഡീറ്റെയിൽസ് പറ്റുന്നത്രയും വേഗം എനിക്ക് കിട്ടിയിരിക്കണം. മാക്സിമം സമയം 1 അവർ. 1 മണിക്കൂറിനപ്പുറം പോകാൻ പാടില്ല സമയം. ചേച്ചി എന്തിനാ ഫോട്ടോ അയക്കും? ആ കിട്ടി ചേച്ചി, ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. ആ ശരി, പെട്ടെന്ന് വിളിക്കണം കേട്ടോ.
ശ്യാമേ, ദേ